Good afternoon all. കഴിഞ്ഞ 32 വർഷമായി നമുക്കിടയിൽ കേരള ഹൈക്കോടതിയിൽ അഭിഭാഷകനായുള്ള കൊല്ലം സ്വദേശിയായ ശ്രീ സുരേഷ് ചിറക്കര സർ എഴുതിയ പുസ്തക പ്രകാശന ചടങ്ങിൽ പങ്കെടുക്കാൻ ഇവിടെ എത്തിയ നിങ്ങൾ ഓരോരുത്തരെയും സഹർഷം സ്വാഗതം ചെയ്തുകൊണ്ട് പ്രകാശന ചടങ്ങുകൾ ആരംഭിക്കുകയാണ്. രാവണായനം, രാവണന്റെ യാത്ര അഥവാ രാവണന്റെ കഥ. രാമായണത്തെക്കാൾ, അതായത് രാമന്റെ യാത്രയേക്കാൾ ഒട്ടും മോശമല്ല രാവണന്റെ യാത്ര എന്നാണ് രചയിതാവ് ഇവിടെ പറഞ്ഞു വെക്കുന്നത്. അദ്ദേഹത്തിന്റെ തന്നെ ഭാഷയിൽ ഇതിഹാസ ഗ്രന്ഥമായ രാമായണത്തിലെ രാവണപക്ഷത്തെ സമഗ്രമായി ആവിഷ്കരിക്കുന്ന നോവൽ. സീത രാവണൻ ആരായിരുന്നു എന്ന ചോദ്യത്തിന് ഉത്തരമായി രാമായണത്തെ പുനരാവിഷ്കരിക്കുന്ന രചന. കീഴാളനായി ജനിച്ച രാവണന്റെ രാജാവിന്റെ അച്ഛന്റെ വേദനകൾ, അതോടൊപ്പം സവർണാധിപത്യത്തിന്റെ ക്രൂരമുഖങ്ങളെ ചോദ്യം ചെയ്യുന്നു. തന്റെ ജനതയുടെ അവകാശം, ലങ്കയുടെ ഐശ്വര്യ സമൃദ്ധി, സ്ത്രീ സ്വാതന്ത്ര്യം എന്നിവയ്ക്കെല്ലാം പ്രാധാന്യം നൽകുന്ന രാവണന്റെ വൈശിഷ്ട്യം. ശ്രീരാമൻ, ലക്ഷ്മണൻ, സീത, മണ്ഡോദരി, ബാലി, സുഗ്രീവൻ തുടങ്ങിയവരെ രാവണന്റെ കണ്ണിലൂടെ മാത്രം അവതരിപ്പിക്കുന്ന അസാധാരണമായ നോവൽ. പരാജയങ്ങൾ അറിയാത്ത രാവണൻ സ്വന്തം മകളുടെ മുന്നിൽ തോറ്റുപോകുന്ന കഥയാണിത്. മരണമില്ലാത്ത രാവണന്റെ ജീവിതം, കീഴാളൻ എന്നും കീഴാളനായി ജീവിക്കേണ്ടി വരുന്ന സമകാലിക ജീവിതത്തെ കൂടി അടയാളപ്പെടുത്തുന്ന രചന. ഇത്തരമൊരു രചന ഇന്നത്തെ സാമൂഹ്യ രാഷ്ട്രീയ സാഹചര്യത്തിൽ എന്തുമാത്രം പ്രസക്തമാകുന്നു എന്നുള്ളത് കൂടി ഈ രചന പറഞ്ഞു വയ്ക്കുന്നു. പുസ്തക പ്രകാശന ചടങ്ങിന്റെ സ്വാഗതം ആശംസിക്കുന്നതിനായി പ്രിയങ്കരനായ സെക്രട്ടറി ശ്രീ ടി കെ അജിത് കുമാർ സാറിനെ സാദരം ക്ഷണിക്കുന്നു. വേദിയിലും സദസ്സിലും ഇരിക്കുന്ന മഹത്വത്തികളെ, നമ്മുടെ ഈ പരിതസ്ഥിതിയിൽ വളരെ ചുരുങ്ങിയ രീതിയിൽ ആണ് ഇന്ന് ഈ പരിപാടി ഇവിടെ സംഘടിപ്പിച്ചിരിക്കുന്നത്. യഥാർത്ഥത്തിൽ ഇങ്ങനെയൊന്നുമല്ല നമ്മൾ വിചാരിച്ചത്. കാരണം സുരേഷ് സാർ ഒരു കലാകാരനായി ജീവിതം അദ്ദേഹത്തിൻ്റെ വിദ്യാർത്ഥി ജീവിതത്തിൽ ആരംഭിച്ച് നടനായും ഈ കലയുടെ എല്ലാ മേഖലകളിലും തൊട്ടറിഞ്ഞ സുരേഷ് സാർ സാഹിത്യത്തിലും ഒട്ടും മോശമല്ല. പലപ്പോഴും അദ്ദേഹത്തിൻ്റെ ആദ്യത്തെ നോവലാണ് ഇന്ന് പ്രസിദ്ധീകരിക്കുന്നത് എന്നെങ്കിലും നമ്മൾ അദ്ദേഹത്തിൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റ് പലതും വായിച്ചു കാണും. നമ്മളിൽ പലരും അദ്ദേഹത്തിൻ്റെ സാഹിത്യ അഭിരുചിയെക്കുറിച്ച് നമ്മൾക്ക് നേരിട്ട് അറിയാമല്ലോ. ഈ ഇന്ന് പ്രകാശനം ചെയ്യുന്ന നോവലിൻ്റെ കുറച്ച് ഭാഗങ്ങൾ എനിക്ക് വായിക്കാനുള്ള അവസരം കിട്ടി. നമ്മൾ അഭിഭാഷകർ ഇതിനു മുമ്പും നോവലുകൾ എഴുതിയിട്ടുണ്ട്, നമ്മളിൽ പലരും. എന്നാൽ ഒരു പുരാണ കൃതിയെ ആസ്പദമാക്കി ആ പുരാണകൃതിയുടെ രചയിതാവ് തൻ്റെ കഥാപാത്രങ്ങളെ ഉദ്ധരിച്ച രീതിയിൽ നിന്നും മാറി ചിന്തിച്ചുകൊണ്ട് മറ്റൊരു രീതിയിൽ ആ കഥാപാത്രങ്ങളെ പുനരാവിഷ്കരിക്കുകയാണ് ഇവിടെ ഈ നോവലിസ്റ്റ്. അദ്ദേഹത്തിൻ്റെതായ രീതികൾ, അതിന് ഇന്നത്തെ കാലഘട്ടത്തിൻ്റെ രീതികളുമായിട്ടുള്ള സമരസപ്പെട്ടു പോകുന്ന പല പല മുഹൂർത്തങ്ങൾ, അതെല്ലാം നമ്മൾക്ക് ഈ നോവൽ വായിച്ചു കഴിഞ്ഞാൽ മനസ്സിലാകുമെന്നാണ് എനിക്ക് തോന്നുന്നത്. ഇന്ന് ഈ യോഗത്തിൽ അധ്യക്ഷം വഹിക്കുന്നത് നമ്മുടെ കേരള ഹൈക്കോടതി അഡ്വക്കേറ്റ്സ് അസോസിയേഷൻ്റെ സമാദരണീയായ പ്രസിഡന്റ് അഡ്വക്കേറ്റ് ആർ ലക്ഷ്മി നാരായൺ. അദ്ദേഹത്തെ ഈ വേദിയിലേക്ക് സഹർഷം ഞാൻ സ്വാഗതം ചെയ്യുന്നു. ഈ പുസ്തകം പ്രകാശനം ചെയ്യുന്നതിനായി ആദരണീയനായ ജസ്റ്റിസ് വി സോമരാജൻ ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. അദ്ദേഹത്തെക്കുറിച്ച് പറയുമ്പോൾ സുരേഷ് സാറിന് വളരെയധികം എന്നോട് പറയാനുണ്ട്. കാരണം രണ്ടുപേരും കൊല്ലം ബാറിൽ പ്രാക്ടീസ് ആരംഭിച്ചവരാണ്. അന്ന് കാലമുള്ള ചിരപരിചയമുണ്ട്.
ഈ നോവലിസ്റ്റിനെ കുറിച്ച് കൂടുതൽ പറയാൻ ജസ്റ്റിസ് സോമരാജൻ സാറിന് പറ്റും എന്നാണ് എനിക്ക് പ്രതീക്ഷ. ആദരണീയനായ ജഡ്ജി ജസ്റ്റിസ് പി സോമരാജൻ സാറിനെ ഞാൻ ഈ വേദിയിലേക്ക് സഹർഷം സ്വാഗതം ചെയ്യുന്നു. അതുപോലെ തന്നെ ഇന്ന് ഈ പുസ്തകം പ്രകാശനം ഏറ്റുവാങ്ങുന്നത്, പുസ്തകം പ്രകാശനം കഴിഞ്ഞ പുസ്തകം ഏറ്റുവാങ്ങുന്നത് ആദരണീയനായ മുതിർന്ന അഭിഭാഷകൻ ശ്രീ ടി കെ സൈതാലിക്കുട്ടി സാറാണ്. ടി കെ സൈതാലിക്കുട്ടി സാറിനെ ഞാൻ പ്രാക്ടീസ് തുടങ്ങിയ അന്ന് മുതൽ എനിക്ക് പരിചയമുണ്ട്. കാരണം അക്കാലത്ത് അദ്ദേഹം പ്രാക്ടീസ് ചെയ്തിരുന്ന ബാറിലാണ് ഞാനും പ്രാക്ടീസ് ആരംഭിച്ചത്, മഞ്ചേരി. സൈതാലിക്കുട്ടി സാർ അതിന് മുമ്പും ഹൈക്കോടതിയിൽ അഭിഭാഷകരായിരുന്നു, പക്ഷേ ഇടക്കാലത്ത് മഞ്ചേരിയിൽ പ്രാക്ടീസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അന്നേ ഉള്ള പരിചയം എനിക്കുണ്ട്. സാഹിത്യവും കലയും തമ്മിലുള്ള ബന്ധം, അദ്ദേഹത്തിൻ്റെ പല പല കൃതികളും ഇനിയും പുറത്തു വരാനിരിക്കുന്നതേ എന്നറിയാം. കാരണം നല്ലൊരു വിമർശകൻ കൂടിയാണ് സൈതാലിക്കുട്ടി സാർ. പലപ്പോഴും ഫേസ്ബുക്കിൽ പലരും ശ്രദ്ധിച്ചിട്ടുണ്ടാകും അദ്ദേഹത്തിൻ്റെ വിമർശനാത്മകമായ പല കുറിപ്പുകൾ. അദ്ദേഹത്തെ ഈ വേദിയിലേക്ക് സഹർഷം സ്വാഗതം ചെയ്യുന്നു. സുരേഷ് സാറിനെ കുറിച്ച് ഞാൻ പറഞ്ഞു. അദ്ദേഹത്തിൻ്റെ ആദ്യത്തെ നോവലാണ് ഇന്നിവിടെ പ്രകാശനം ചെയ്യുന്നത്. ഇനിയും ഈ മറ്റൊരു ഗ്രന്ഥത്തിൻ്റെ പണിപ്പുരയിലാണ് അദ്ദേഹം. ഇനിയും നല്ല നല്ല സാഹിത്യകൃതികൾ ആ വിരൽത്തുമ്പിൽ നിന്നും ഉതിർന്നു വീഴട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് സുരേഷ് സാറിനെ ഈ ചടങ്ങിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഈ ചടങ്ങിൽ നന്ദി അർപ്പിക്കുന്നത് കേരള ഹൈക്കോർട്ട് അഡ്വക്കേറ്റ്സ് അസോസിയേഷൻ്റെ വൈസ് പ്രസിഡന്റായ ശ്രീ M.R. ഹരിരാജാണ്. സോഷ്യൽ ഡിസ്റ്റൻസിങ് പ്രകാരം അദ്ദേഹത്തെ മേലോട്ട് കയറ്റി എത്തിയിട്ടില്ല, അദ്ദേഹം ഇവിടെ തന്നെ ഉണ്ട്. അദ്ദേഹത്തെയും വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അതുപോലെ തന്നെ ഇന്ന് ഈ ചടങ്ങിലെത്തിയ മുതിർന്ന അഭിഭാഷകരെ, എൻ്റെ അഭിഭാഷക സുഹൃത്തുക്കളെ, കോമ്പയറിങ്ങിനായി നമ്മോട് സഹകരിക്കുന്ന അഡ്വക്കേറ്റ് കബനി, എല്ലാവർക്കും ഈ ചടങ്ങിലേക്ക് സ്വാഗതം. ഒരു അസോസിയേഷൻ പ്രസിഡന്റ് കഥയും കവിതയും സ്നേഹിക്കുന്നത് കൊണ്ട് നമുക്കുണ്ടാകുന്ന ഏറ്റവും വലിയ ഗുണം എല്ലാ പ്രസംഗത്തിലും ഒരു 4 വരി കവിത കേൾക്കുക എന്നുള്ളതാണ്. അങ്ങനെയുള്ള അസോസിയേഷൻ പ്രസിഡന്റിനെ അധ്യക്ഷ പ്രസംഗത്തിനായി സാദരം ക്ഷണിക്കുന്നു. ആദരണീയനായ ജസ്റ്റിസ് പി സോമരാജൻ, ബഹുമാന്യനായ അഡ്വക്കേറ്റ് സുരേഷ് ചിറക്കര, ബഹുമാന്യനായ അഡ്വക്കേറ്റ് ടി കെ സൈതാലിക്കുട്ടി, എൻ്റെ പ്രിയ സുഹൃത്ത് സെക്രട്ടറി ടി കെ അജിത് കുമാർ, മറ്റ് സഹപ്രവർത്തകരെ, ബഹുമാന്യരായ അസോസിയേഷൻ അംഗങ്ങൾ, കഴിഞ്ഞ മാർച്ചിൽ KCL നമ്മുടെ മെമ്പറായ അദ്ദേഹത്തിൻ്റെ ഒരു അക്ഷയഹൃദയം എന്ന ഒരു നോവൽ പ്രസിദ്ധീകരണം ഉണ്ടായി. പലരും ഈ ഹാള് നിറഞ്ഞു കവിഞ്ഞ ഒരു അന്തരീക്ഷത്തിലായിരുന്നു. ഏറ്റവും നല്ല രീതിയിൽ ഒരു അംഗത്തിൻ്റെ ഒരു പുസ്തകം പ്രസിദ്ധീകരിക്കാൻ അല്ലെങ്കിൽ അതൊരു റിലീസിന് സാധിച്ചു എന്നൊരു അഭിമാനത്തോടെയാണ് അന്ന് ആ സമ്മേളനം അല്ലെങ്കിൽ ആ കൂട്ടം തിരിച്ചു പോയത്. പക്ഷെ അതിൽ നിന്ന് വിഭിന്നമായ ഒരു അന്തരീക്ഷത്തിലാണ് നമ്മൾ ചെയ്യുന്നതെങ്കിലും ഞങ്ങൾ ഇപ്പോഴും ഈ കോവിഡ് കാലത്തും ഞങ്ങൾ ഒന്നാണ്, ഇത് ഞങ്ങൾ അതിജീവിക്കുമെന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് തന്നെയാണ് ഈ അസോസിയേഷൻ മെമ്പർമാർ തമ്മിൽ ധൈര്യം പകർന്നുകൊണ്ട് ഈ ചടങ്ങിന് എല്ലാവിധ മംഗളങ്ങളും അർപ്പിക്കാനായിട്ട് പലരും വന്നിട്ടുണ്ട്. എല്ലാ ആശംസകളും അർപ്പിക്കാനായിട്ട് പല അംഗങ്ങളും പുറത്തുനിന്ന് ലൈവ് സ്ട്രീമിലൂടെ കാണുന്നുണ്ട്. ഏറ്റവും നല്ല രീതിയിൽ ഇത് നടത്തപ്പെട്ടു എന്ന് തന്നെ കരുതിയിട്ട് നമുക്കിത് മുന്നോട്ട് പോകാം. സാധാരണ പറയാറുണ്ട്, ഒരു അഭിഭാഷകൻ അദ്ദേഹത്തിൻ്റെ അഭിഭാഷക ജീവിതത്തിൽ പിരിമുറുക്കങ്ങളാണ്. അതിൽ നിന്ന് വിഭിന്നമായി ചിലർക്ക് ചില ഹോബികളുണ്ടാവും. ആ പിരിമുറുക്കത്തിൽ നിന്ന് ഒരു അയവ് വരുത്താനായിട്ട് ഹോബികളുണ്ടാവും. അതിൽ ചിലർക്ക് സാംസ്കാരിക സ്പോർട്സ് ആകാം, അല്ലെങ്കിൽ അതിലൊരു കവിതയാകാം, സാഹിത്യരചനയാകാം, പല മേഖലകളുണ്ട്. അപ്പം ഏറ്റവും അതിൽ കൂടുതൽ ശ്രേഷ്ഠമായത് എന്താണെന്ന് ചോദിച്ചാൽ നമുക്കതിൽ പറയാൻ പറ്റില്ല. എന്നാലും സാഹിത്യത്തിൽ കല അതിൽ വളരെ കഴിവുള്ള പ്രതിഭയുള്ള വക്കീലന്മാർ ഉള്ള സമ്പന്നമായ ഒരു അസോസിയേഷൻ്റെ ഒരു അംഗമാകാൻ സാധിച്ചതിൽ എനിക്ക് ചാരിതാർത്ഥ്യമുണ്ട്. യാതൊരു സംശയത്തിന് ഇട നൽകാതെ പറയട്ടെ, ഏറ്റവും അഭിമാനകരമായ ഒരു അംഗത്വത്തിൻ്റെ എൻ്റെ ഏറ്റവും പല സംഘടനകളിൽ ഞാൻ മെമ്പറാണെങ്കിലും
ഏറ്റവും അഭിമാനത്തോടെ പറയാൻ കഴിയുന്ന ഒരു മെമ്പർഷിപ്പ് കേരള ഹൈക്കോടതി അഭിഭാഷകർ അസോസിയേഷൻ മെമ്പർഷിപ്പ് എന്ന് ഞാൻ വളരെ തുറന്നു പറയാൻ ഞാനിപ്പോൾ ആഗ്രഹിക്കുകയാണ്. ഞാൻ അധികം നീട്ടുന്നില്ല. ഇതിൽ ഈ രാമായണ കഥ അല്ലെങ്കിൽ രാമായണത്തിൻ്റെ ഇതുവരെയുള്ള രാമായണം എന്ന് ഞങ്ങൾ സങ്കല്പത്തിന് 4 അതിർത്തികളിൽ നിന്നുകൊണ്ട് തന്നെ രാവണന്റെ ദൃഷ്ടിയിൽ നോക്കുമ്പോൾ എങ്ങനെ രാവണനെ ന്യായീകരിക്കാം എന്ന രീതിയിൽ അല്ലെങ്കിൽ ആ ചിന്തയിലൂടെ പോകുമ്പോൾ എങ്ങനെയാണ് രാവണൻ ആ കഥാപാത്രത്തിൽ നിന്ന് മാറി നിന്നുകൊണ്ട് രാവണനെ ന്യായീകരിക്കുന്നത്, ആ ന്യായീകരണം നടത്താൻ ഇദ്ദേഹത്തിന് സാധിച്ചു എന്നത് വളരെ സന്തോഷത്തോട് പറയട്ടെ. രാമന്റെ മഹത്വം ഇടിച്ച് താഴ്ത്തിയിട്ടല്ല, അതാണ് ഇതിൽ ഏറ്റവും പ്രത്യേകത. എന്നാൽ രാവണന്റെ കണ്ണിലൂടെ നോക്കുമ്പോൾ രാവണന് നീതി അല്ലെങ്കിൽ ന്യായമുണ്ട് എന്ന് പറഞ്ഞു വെക്കുമ്പോൾ അതിൻ്റെ ആ സർഗപ്രതിഭ, നമ്മുടെ സുരേഷ് സാറിൻ്റെ സർഗപ്രതിഭയാണ് അതിൽ തെളിയുന്നത്. അത് സാധാരണ പറയും നമ്മൾ ഈ ചിന്താവിഷ്ടയായ സീത, കുമാരനാശന്റെ ഒരു കൃതിയുണ്ട്. അതിൽ അദ്ദേഹം ഈ തമസാ നദിയുടെ തീരത്തിരുന്ന് സീത ചിന്തിക്കുന്നത് സീതയുടെ ചിന്തകളുടെ അടിസ്ഥാനത്തിൽ പറയുമ്പോഴുള്ള രാമായണത്തിലെ കഥാപാത്രങ്ങളെ ഉരുത്തിരിഞ്ഞു വരുന്ന അതുപോലെ MTയുടെ 2-ാം ഊഴം, അതേ മഹാഭാരതത്തില് ഭീമന്റെ കാഴ്ചപ്പാടിൽ കാണുമ്പോൾ എത്ര വ്യത്യസ്തമാണ്. അപ്പോൾ പല വ്യത്യസ്തമായ കണ്ണുകൾ കൊണ്ട് ഒരേ കാര്യം കാണുമ്പോൾ ഉള്ള ഒരു വ്യത്യസ്തത, അത് അങ്ങനെ കണ്ടാൽ മതി. അല്ലെങ്കിൽ ഇത് തിരിച്ച് ഒരു മാറ്റിയെടുത്തോ അല്ലെങ്കിൽ ഒരു രാമനെ മഹത്വീകരിച്ചിരിക്കുന്ന രാമൻ മര്യാദ പുരുഷോത്തമൻ എന്നൊരു സങ്കല്പം മാറ്റുവാനൊന്നുമില്ല. പക്ഷെ അതിൻ്റെ നല്ല രീതിയിൽ വളരെ രസകരമായിട്ട് അതിലൊരു എക്സാമ്പിൾ പറഞ്ഞാൽ ഞാൻ വായിച്ചപ്പോൾ തോന്നിയത് ബാലിവധം നടത്തി ശ്രീരാമൻ. അത് ഞാൻ തന്നെ ഈ ബുക്ക് വായിക്കാണ്ട് തന്നെ എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട്, അതൊരു ഹേസ്റ്റി ആയി പോയില്ലേ. പെട്ടെന്നൊരു സുഗ്രീവനോട് സൈഡ് പിടിച്ചിട്ട് ബാലി ഇത്രയും നിഷ്കാരുണ്യം ഒരു മരത്തിന്റെ മറ പിടിച്ചുകൊണ്ട് വധിക്കണമായിരുന്നു. കുറച്ചുകൂടി അവിടെ ഒരു ലീനിയൻസി ആസ്പെക്ട് അത് തോന്നിയിട്ടുണ്ട്. പക്ഷെ അതൊക്കെ വളരെ ഭംഗിയായിട്ട് വർണ്ണിച്ച പല കഥാസന്ദർഭങ്ങളുണ്ട്. അപ്പൊ സീത കുമാരനാശൻ പറയുന്നുണ്ട്, ഒരു നിശ്ചയമൂല്യം ഒന്നിനും വരുമോരോ ദിനം വന്ന പോലെ പോവും, വിജയുന്നു മനുഷ്യനേതിനോ തിരിയാ ലോകരഹസ്യം ആർക്കും അറിയില്ല. ഈ കോവിഡ് കാലത്ത് നമുക്ക് സത്യമായിട്ട് ഒന്നും അറിയില്ല. എന്തൊക്കെയാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്, എന്തൊക്കെയാണ് ഈ പ്രപഞ്ച രഹസ്യം, എങ്ങനെ ഇതൊക്കെ വരുന്നു, നമ്മുടെ ഭാവി എന്താകും എന്ന് അങ്ങനെയുള്ള, എന്നാലും മനുഷ്യൻ അദ്ദേഹത്തിന്റെ സുഖവും ദുഃഖവും തേടിയുള്ള യാത്രയിലാണ്. ഞാനിത് പറയാൻ കാരണം ഇങ്ങനെയുള്ള ഒരു അൺസർട്ടൺ ആയ ഒരു അന്തരീക്ഷത്തിൽ പോലും ഇത്രയും പ്രതിഭാധനനായ സുരേഷ് സാർ സമയം കണ്ടെത്തി നിശ്ചയമൊന്നുമില്ല ഒന്നിനുമെന്ന് പറഞ്ഞത് മാറ്റിവെച്ച് നിശ്ചയദാർഢ്യത്തോടെ ഈ ബുക്ക് എഴുതി അദ്ദേഹം നമ്മുടെ മുമ്പിൽ വയ്ക്കുകയാണ്. അതിന് എല്ലാവിധ മംഗളങ്ങളും ആശംസകളും നേരുകയാണ്. അതുപോലെ എനിക്ക് പെട്ടെന്ന് ഓർമ്മ വന്നത് അദ്ദേഹത്തെ ഇപ്പോഴത്തെ രാമരാവണ യുദ്ധകാലം ഇപ്പോഴാണെങ്കിൽ ഐക്യരാഷ്ട്രസഭ ഉറപ്പായിട്ടും ഇതിൽ ഇന്റർഫിയർ ചെയ്യും, അല്ലാണ്ട് നിവർത്തിയില്ല. അങ്ങനെയാണെങ്കിൽ നമ്മുടെ കുൽഭൂഷൺ കേസിന്റെ ഹരീഷ് സാൽവിക്ക് പകരം രാവണന് വേണ്ടി വാദിക്കാനായിട്ട് നമുക്ക് സുരേഷ് സാറിനെ വിടാമായിരുന്നു. അത്രയും മനോഹരമായിട്ട് തന്നെ അതിൽ പറഞ്ഞു വെച്ചിട്ടുണ്ട് അദ്ദേഹത്തെ ന്യായീകരണം. അപ്പൊ എല്ലാവിധ ആശംസകളും നേർന്നുകൊണ്ട് നിർത്തുന്നു. നമസ്കാരം. താങ്ക് യു സർ. പുസ്തകം പ്രകാശനം ചെയ്യുന്നത് നമ്മുടെ എല്ലാം പ്രിയങ്കരനായ ജസ്റ്റിസ് സോമരാജൻ സറാണ്. അദ്ദേഹത്തെ പുസ്തക പ്രകാശനത്തിനായി സാദരം ക്ഷണിക്കുന്നു. പുസ്തകം ഏറ്റുവാങ്ങുന്നത് അഡ്വക്കേറ്റ് സെയ്താലിക്കുട്ടി, ഫോമർ ചെയർമാൻ വഖഫ് ബോർഡ്. അദ്ദേഹത്തെയും ക്ഷണിക്കുന്നു. താങ്ക് യു സർ. രചനയും രചയിതാവിനെയും പരിചയപ്പെടുത്താൻ ബഹുമാനപ്പെട്ട ജഡ്ജിനെ ക്ഷണിച്ചു വരുന്നു. വേദിക അധ്യക്ഷൻ ബാർ അസോസിയേഷൻ പ്രസിഡന്റ് ലക്ഷ്മിനാരായണൻ അവരുടെ
ഗ്രന്ഥകർത്താവും ചെറുക്കര സുരേഷ്, വേദിയിലെ മറ്റ് വിശിഷ്ട വ്യക്തികളെ, സഹോദരി സഹോദരൻ, ആദ്യമായിട്ടാണ് ബാർ അസോസിയേഷൻ ഹാളിൽ എനിക്ക് വരാൻ കഴിഞ്ഞത്. ഇങ്ങനെ ഒരു അവസരം ഉണ്ടാക്കി തന്നതിൽ ഈ ബാർ അസോസിയേഷനോടുള്ള സ്നേഹവും നന്ദിയും, വിശിഷ്യ എൻ്റെ സുഹൃത്ത് ഗ്രന്ഥകർത്താവുമായ ചെറുക്കര സുരേഷിനോടുള്ള കടമയും നന്ദിയും രേഖപ്പെടുത്തിക്കൊണ്ട് ഞാൻ ആരംഭിക്കാം. രാവണായനം. രാമന്റെ അയനമാണ് രാമായണം എന്ന് നമ്മൾ മനസ്സിലാക്കി വെച്ചിരിക്കുന്നത്. രാവണായനം, രാവണന്റെ അയനം. നമുക്കറിയാം, നമ്മുടെ ആർഷ സംസ്കാരത്തിൻ്റെ രണ്ട് മകുട ഉദാഹരണങ്ങളാണ് ആദ്യകാവ്യമായ രാമായണവും പിന്നെ മഹാഭാരതവും. രാമായണത്തിൻ്റെ പ്രത്യേകത എന്ന് പറയുന്ന, എനിക്ക് തോന്നുന്നു ലോകത്ത് തന്നെ എടുത്തു പറയാൻ ഒരു പ്രത്യേകതയുള്ള ഒരു ഗ്രന്ഥമാണ് രാമായണം. അത് ആദ്യ കാവ്യം എന്നതുകൊണ്ട് മാത്രമല്ല, ഏത് ഗ്രന്ഥം എടുത്തു നോക്കുക, ഏതൊരു കാവ്യം എടുത്ത് നിങ്ങൾ നോക്കുക, അതിൻ്റെ രചയിതാവിൻ്റെ മാനസ സഞ്ചാരം, വികാര വിക്ഷോഭങ്ങൾ, വികാരത്തിലുണ്ടാവുന്ന വേലിയേറ്റങ്ങൾ, വേലിയിറക്കങ്ങൾ അതിൽ റിഫ്ലക്റ്റ് ചെയ്യും. ഓരോ കഥാപാത്രത്തിലും ഗ്രന്ഥകർത്താവ് നിറഞ്ഞിങ്ങനെ നിൽക്കും. ശരിക്കും പറഞ്ഞാൽ ഓരോ കഥാപാത്രങ്ങളും അവതരിക്കുന്നത് ഗ്രന്ഥകർത്താവിൻ്റെ വിവിധ മുഖങ്ങൾ തന്നെയാണ്, ഭാവങ്ങൾ തന്നെയാണ്. ഗ്രന്ഥകർത്താവിൻ്റെ ഭാവ വിസ്ഫോടനമായിരിക്കും ഒരു പക്ഷേ ആ ഗ്രന്ഥത്തിൽ ഉത്ഭവിക്കുന്ന വിസ്ഫോടനം. അതുകൊണ്ടാണ് നമ്മൾ പറയുന്നത്, ഒരു ഗ്രന്ഥം രചിക്കപ്പെട്ടാൽ, ഒരു കാവ്യം ജനിച്ചു കഴിഞ്ഞാൽ ആ ഗ്രന്ഥകർത്താവ്, കാവ്യ രചയിതാവ് അമരത്വം പ്രാപിച്ചു എന്ന് പറയുന്നത്. വേറെ ഒരു സൃഷ്ടിക്കോ അതിന് അവകാശമില്ല. ശാസ്ത്രപരമായ സൃഷ്ടിയായാലും വേറെ എന്ത് തരം സൃഷ്ടിയായാലും ശരിയല്ല, ഈ അമരത്വം, ഇമ്മോർട്ടാലിറ്റി, അത് ഗ്രന്ഥകർത്താവിന് മാത്രമുള്ളതാണ്. പക്ഷെ ആ ഗ്രന്ഥം ജീവിച്ചിരിക്കണം, അത് ലൈവായിരിക്കണം. അങ്ങനെ ലൈവായ ഒരു ഗ്രന്ഥമാണ് രാമായണവും മഹാഭാരതവും ബൈബിളും ഒക്കെ. നമുക്ക് ബൈബിൾ നിർമ്മിക്കപ്പെട്ട ഹീബ്രു ഭാഷയിലാണ്. ഹീബ്രു ഭാഷ എന്ന് ഉപയോഗിക്കുന്ന എത്ര ജനങ്ങളുണ്ടെന്ന് വെച്ചാൽ വളരെ കുറവാണ്, വളരെ കുറവാണ്. പക്ഷേ ഹീബ്രു ഭാഷ ജീവിച്ചിരിക്കും, ബൈബിൾ ഉള്ളിടത്തോളം കാലം ജീവിച്ചിരിക്കും. അതുകൊണ്ട് തന്നെയാണ് ഓരോ ഭാഷയിലും രചിക്കപ്പെടുന്ന ഗ്രന്ഥങ്ങളിലാണ് ഓരോ ഭാഷയുടെ ജീവൻ എന്ന് പറയുന്നതിൽ തെറ്റൊന്നും തന്നെയില്ല. ഞാൻ സൂചിപ്പിക്കുകയുണ്ടായി, ഓരോ ഗ്രന്ഥകർത്താവിൻ്റെ വികാര വിസ്ഫോടനങ്ങളും ചിന്താഗതിയും വേലിയിറക്കങ്ങളും വേലിയേറ്റങ്ങളും ഓരോ കഥാപാത്രങ്ങളിലൂടെ അവതരിക്കപ്പെടുന്നു. അഥവാ അവൻ തന്നെയാണ് ഗ്രന്ഥകർത്താവ്, അല്ല ഗ്രന്ഥം രചയിതാവ്, അവൻ തന്നെയാണ് പല രൂപങ്ങളും ഭാവങ്ങളും പ്രാപിച്ചു വരുന്നത്. ഇപ്പൊ തന്നെ രണ്ടാം മുഴം, MD യുടെ രണ്ടാം മുഴം എടുത്ത് നോക്കുക. മഹാഭാരതത്തിലെ ഒരു 7 അതെടുത്താണ് അത് വിപുലീകരിച്ച് ഭീമന്റെ ദൃഷ്ടി കൂടി ഗ്രന്ഥകർത്താവ് തന്നെയാണ് പുറത്തേക്ക് വരുന്നത്, ഭീമസേനല്ല. അതിന്റെ ഉത്തേജനം ഉൾക്കൊണ്ടെന്ന് പറയുന്നത് മഹാഭാരതത്തിൽ നിന്നാണെങ്കിൽ തന്നെയും ഗ്രന്ഥകർത്താവിന്റെ വീക്ഷണം, അവന്റെ വീഴ്ചകൾ, അവൻ എന്താണ് പറയാനുള്ളത്, സമൂഹത്തിലേക്ക് പറയാനുള്ളത്, അവൻ എന്താണ് ചിന്തിച്ചത്, ഏത് രീതിയിലാണ് ചിന്തിച്ചത്, അത് തന്നെയാണ് പ്രകടമായിട്ടുള്ളത്. ഇപ്പൊ ഉർസുല എന്ന് പറയുന്ന 100 Years of Solitude, ഗബ്രിയൽ ഗാർസിയ മാർക്കോസ്, ദ ഗ്രേറ്റ് റൈറ്റർ. ഉർസുല എന്ന് പറയുന്നത് എത്ര പേർക്ക് അറിയാമെന്ന് ഞാൻ ചോദിക്കുന്നില്ല. പണ്ട് ഞാൻ ആലപ്പുഴ ജില്ലാ ജഡ്ജായിരുന്നപ്പോൾ ആലപ്പുഴ ST കോളേജിലെ പ്രിൻസിപ്പളും അവിടുത്തെ പാരന്റ് അസോസിയേഷൻ ചെയർമാനും പിന്നെ 2 പ്രൊഫസേഴ്സും കൂടെ എന്നെ കാണാൻ വന്നു. അതിലൊരാളുടെ പേര് ഉർസുല എന്നാണ്. ആ പേര് കേട്ടപ്പോൾ തന്നെ ഞാൻ അവര് തൊഴുതു. ഞാൻ പറയുന്നത്, ഈ പേര് നിങ്ങൾക്ക് സമ്മാനിച്ച നിങ്ങളുടെ അച്ഛനും അമ്മയും ഞാൻ വളരെ ആർദ്രവുമായ മനസ്സോടുകൂടി ഓർമ്മിക്കുന്നു പറഞ്ഞു, നമിക്കുന്നു എന്ന് പറഞ്ഞു. അപ്പൊ അവര് ചിരിച്ചു.
ചിരിച്ചെന്ന് പറഞ്ഞാൽ അതിനകത്ത് അവർക്ക് എന്താണെന്നത് മനസ്സിലായില്ല എന്നെനിക്ക് മനസ്സിലായി. ഞാൻ ചോദിച്ചു, എന്താ നിങ്ങൾ ചിരിച്ചത്? അതല്ല സാറേ, എന്താ ഈ പേരിന് പ്രത്യേകത, ഒരു പുതിയ പേരിനല്ലാതെ? ഞാൻ പറഞ്ഞു, ഉർസുല ആരെന്ന് നിങ്ങൾക്ക് അറിയില്ലേ? 100 Years of Solitude, ഗബ്രിയൽ ഗാർസിയ മാർക്കോസ്, നിങ്ങൾക്ക് അറിയില്ലേ? പ്രിൻസിപ്പളിന്റെ ചോദിച്ചാൽ അവർക്കറിയില്ല, ഈ 4 പേർക്കും അറിയില്ല. അപ്പൊ ഞാൻ ചോദിച്ചു, നിങ്ങളുടെ എങ്ങനെ? അത് അമ്പലപ്പുഴ അമ്പലം ഉണ്ടല്ലോ, അവിടെ വളയുന്ന ഭാഗത്ത് ഒരു ആശുപത്രി ഉണ്ട്, അതിന്റെ പേരാണ് ഉർസുല ഹോസ്പിറ്റൽ. ഉർസുല ഹോസ്പിറ്റൽ കടമ്പയ ബോറോഡ് വിസ്ഡം. പക്ഷെ ഉർസുല ആരാന്ന് നമുക്കറിയാം. ഉർസുലയിൽ കൂടെയാണ് ഗബ്രിയൽ ഗാർസിയ മാർക്കോസ് ഇനി ജീവിച്ചിരിക്കാൻ പോകുന്നത്, ഒരുപക്ഷെ ഇപ്പോഴും ജീവിച്ചിരിക്കുന്നത്. ഗ്രന്ഥത്തിന്റെയും ഗ്രന്ഥകർത്താവിന്റെയും ആ ബന്ധം ഇതിൽ നിന്ന് വ്യക്തമാവും. ഞാൻ ആദ്യം പറഞ്ഞു, രാമായണം അറിയപ്പെടുന്ന ആദ്യ കാവ്യം എന്ന നിലയിൽ മാത്രമായിരിക്കില്ല. ഗ്രന്ഥകർത്താവിന്റെ വികാര വിസ്ഫോടനങ്ങൾ എഴുതി വെക്കുന്ന ഒരു കാവ്യമായിരിക്കാം, കൃതിയായിരിക്കാം എപ്പോഴും ജനിക്കുന്നത്. അതിന് ഒരു എക്സെപ്ഷനാണ് രാമായണം. രാമായണം എഴുതപ്പെട്ടതെന്ന് പറഞ്ഞാൽ നിസ്സംഗതയുടെ ഉത്തുംഗഭാവത്തിൽ നിന്നുകൊണ്ടാണ്. വാൽമീകി മഹർഷി രാമായണം എഴുതിയെന്ന് പറയുന്നത് യാതൊരു വികാര വിസ്ഫോടനങ്ങളും ഇല്ലാതെ, അദ്ദേഹത്തിന്റെ വികാരങ്ങളോ വിചാരങ്ങളോ അല്ലെങ്കിൽ വേലിയേറ്റങ്ങളോ വേലിയിറക്കങ്ങളോ ഒന്നും തന്നെ ഒരിടത്ത് പോലും ചേർക്കാതെ കഥാരചന, ജീവിത രചന ചെയ്തതാണ് രാമായണം. അതാണ് അതിന്റെ യൂണിക് ക്യാരക്ടർ, പെക്യൂലിയാരിറ്റി. നിസ്സംഗതയുടെ ഉത്തുംഗ ശൃംഗത്തിൽ നിന്നുള്ള ഒരു കൃതി ഉണ്ടാക്കുക. ലോകത്ത് ഒരേ ഒരു കൃതിയെ കാണും, അത് രാമായണം തന്നെയായിരിക്കും. മറ്റൊരു കൃതി ഉണ്ടോ എനിക്കറിയില്ല. ഇപ്പൊ പെളസ്പെക്കിന്റെ ഗുഡെടുത്ത് നോക്കിയാലും ശരിയാണ്, അതിജീവിതമാണ്. ആ ജീവിതം ഇതെല്ലാം പറയുന്നുണ്ടെങ്കിലും ശരിയാണ്. പെളസ്പെക്കിന്റെ ഹൃദയവികാരങ്ങളാണ് അതിൽ ഏകദേശം നമ്മുടെ മുന്നിലേക്ക് ഇങ്ങനെ സ്പർശിച്ച് പോകുന്നത്. യസുരാണി കഥാപാത്രയുടെ യഗൂച്ചി എടുത്താലും ശരിയാണ്, അദ്ദേഹത്തിന്റെ വികാര വിസ്ഫോടനങ്ങൾ അത് യസുരാണി കഥാപാത്രയുടെ തന്നെയാണ്. ആ കഥാപാത്രം അദ്ദേഹം കഥാപാത്രത്തിന്റെ രൂപത്തിൽ അവതരിക്കുക. പക്ഷെ അങ്ങനെ ഒരു അവതരണം, അങ്ങനെ ഒരു പേഴ്സോണിഫിക്കേഷൻ, മൂർത്തിമത് ഭാവം ഇത് രാമായണത്തിലില്ല. വാൽമീകി മഹർഷി അത് നിസ്സംഗതയുടെ ഉത്തുംഗ ശൃംഗത്തിൽ നിന്നുകൊണ്ട് യാതൊരു വികാരഭേദങ്ങളും ഇല്ലാതെ, യാതൊരു വികാര വിസ്ഫോടനങ്ങളും ഇല്ലാതെ എഴുതപ്പെട്ടതാണ് രാമായണം. അതിലെ ഓരോ വരികൾ വായിക്കുമ്പോഴും നമുക്ക് മനസ്സിലാവും. പക്ഷെ നിങ്ങൾ വായിക്കേണ്ടത് വാൽമീകി രാമായണം. അധ്യാത്മ രാമായണത്തിലേക്ക് വരുമ്പോഴത്തേക്കോ അല്ലെങ്കിൽ കമ്പരാമായണത്തിലേക്ക് വരുമ്പോൾ, തമിഴിലെ രാമായണം തർജ്ജമ ചെയ്തതാണ് കമ്പരാമായണം എന്ന് അറിയപ്പെടുന്നത്. മലയാളത്തിൽ അത് വന്നപ്പോഴത്തേക്ക് അധ്യാത്മ രാമായണമായി. അവിടെയൊക്കെ ആ തർജ്ജമ വന്നപ്പോൾ, ട്രാൻസ്ലേഷൻ വന്നപ്പോൾ അതിന് പല ഭാവഭേദങ്ങളും സംഭവിച്ചു. ശ്രീരാമനെ ദൈവമായിട്ട് അല്ലെങ്കിൽ ദൈവത്തിന്റെ അവതാരമായിട്ട് വാൽമീകി എങ്ങും തന്നെ പറയുന്നില്ല. അതുപോലെ തന്നെ രാവണന് കുലത്തിൽ രാക്ഷസഭാവം കൊടുത്ത് വാൽമീകി വർണ്ണിച്ചിട്ടേ ഇല്ല. പക്ഷെ കമ്പരാമായണത്തിലും വാൽമീകി രാമായണത്തിലും മറ്റു തർജ്ജമകളിലേക്കും വന്നപ്പോഴാണ് ഈ ഒരു പുതിയ വകഭേദം, ഭാവ വ്യത്യാസം ഉണ്ടായത്. ഒരു പക്ഷെ ഗ്രന്ഥകർത്താവിന്റെ അതിന്റെ സമീപനത്തിൽ ഉണ്ടായ വ്യതിയാനമായിരിക്കും. അതുകൊണ്ട് തന്നെ കമ്പരാമായണവും വാൽമീകി രാമായണവും അതല്ലെങ്കിൽ അധ്യാത്മ രാമായണവും തമ്മിൽ നമ്മൾ കമ്പയർ ചെയ്യാൻ പോകുന്നത്, അതെങ്കിൽ നമ്മൾ സാദൃശ്യം ചെയ്യാൻ പോകുന്നത് വളരെ സൂക്ഷിച്ചു വേണം. ഒരിക്കലും വാൽമീകി രാമായണത്തിന് പകരം കമ്പരാമായണോ അധ്യാത്മ രാമായണോ നമ്മൾ മനസ്സിലാക്കാൻ പാടില്ല എന്നൊരു അഭിപ്രായക്കാരനാണ്. അധ്യാത്മ രാമായണത്തിലും കമ്പരാമായണത്തിലും അതേ കർത്താവിൻ്റെ വിസ്ഫോടനങ്ങൾ, വികാരങ്ങൾ, മാനസിക യാത്രകൾ പ്രതിഫലിക്കുന്നു. അതാണ് വ്യത്യാസം. അത് തന്നെയാണ് രാമായണത്തിൽ നിന്നുള്ള വ്യത്യാസം. ആ രാമായണത്തിൻ്റെ ഒരു വകഭേദം അതാണ് ഇന്നിപ്പം എൻ്റെ ബഹുമാനപ്പെട്ട പ്രിയ സുഹൃത്ത് അദ്ദേഹത്തിൻ്റെ രീതിയിൽ, അദ്ദേഹത്തിൻ്റെ വികാര പ്രകടനത്തോട് തന്നെ അത് രചിച്ച് നമ്മുടെ മുന്നിൽ തന്നിട്ടുണ്ട്. ഇനി നമ്മൾ വേണം അത് വിലയിരുത്താൻ. അതിനെ ക്രിട്ടിസൈസ് ചെയ്യേണ്ടത് നമ്മൾ തന്നെയാണ്.
അതിൻ്റെ വാല്യൂ എന്താണെന്ന് പറയേണ്ടത് നമ്മൾ തന്നെയാണ്. അത് നിങ്ങൾക്ക് തന്നെ വിടുന്നു. ഞാൻ ചെറുക്കൻ സുരേഷ്, അദ്ദേഹത്തിനെ പോലെ പല പ്രതിഭകളും നമ്മൾക്കിടയിലുണ്ട്. നമുക്ക് ഇന്ത്യക്കാർക്ക്, മലയാളികൾക്ക് ഉള്ള ഒരു ദുശ്ശീലമുണ്ട്, അല്ലെങ്കിൽ ഒരു ദുസ്വഭാവമുണ്ട്. നമ്മുടെ കഴിവ് പ്രകടിപ്പിക്കാൻ നമുക്ക് സ്വതവേ നാണമാണ്, ലജ്ജയാണ്. ഇത് നമ്മൾ പ്രകടിപ്പിച്ചാൽ അല്ലെങ്കിൽ എഴുതി വെച്ചാൽ മറ്റൊരാൾ എന്ത് ചിന്തിക്കും? ആ സ്ഥായിഭാവമാണ് നമ്മളെ എപ്പോഴും ഓരോരുത്തരും കൊണ്ടു നടക്കുന്നത്. സാധാരണ വിദേശങ്ങളിൽ, ഡെവലപ്ഡ് ആയിട്ടുള്ള യൂറോപ്യൻ രാജ്യങ്ങളിൽ ഇങ്ങനെ ഒന്നുമില്ല. നമ്മുടെ ഈ സ്വഭാവം മാറ്റിയെടുത്താൽ നമ്മളെ കീഴിലുള്ള, നമ്മുടെ ഇടയിലുള്ള, നമ്മളെ കൂടെ ഒത്തുചേർന്ന് നടക്കുന്ന പല പ്രതിഭകളെയും നമുക്ക് കണ്ടെത്താൻ കഴിയും. അങ്ങനെ കണ്ടെത്തിയ ഒരു പ്രതിഭയാണ് OV വിജയൻ. നിങ്ങൾക്കറിയാം ഖസാക്കിന്റെ ഇതിഹാസം. ഖസാക്കിന്റെ ഇതിഹാസം എഴുതി വെച്ചിട്ട് ഇദ്ദേഹം പലപ്പോഴും രാത്രി ഇരുന്ന് ഒറ്റയ്ക്ക് ഇതൊന്ന് വായിച്ച് രസിച്ചിട്ട് വീണ്ടും തലങ്ങണി പില്ലോസിന്റെ അടിയിൽ വെച്ചിട്ട് ഉറങ്ങുന്ന പതിവായിരുന്നു OV വിജയൻ ഉണ്ടായിരുന്നത്. ബോംബെയിൽ ഒരു പത്രത്തിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ഇത് രാജൻ കാട്ടായൻ കണ്ടുപിടിച്ചിട്ടാണ് അത് ആദ്യമായി പബ്ലിഷ് ചെയ്യുന്നത്. അല്ലെങ്കിൽ നമുക്ക് മൈമുനെ ആരാന്ന് അറിയാൻ ഒക്കില്ലായിരുന്നു. മൈമുനെ ആരാന്ന് അറിയാൻ ഒക്കില്ലായിരുന്നു. ഇതിൽ നിന്ന് ഊർജം പകർന്നുകൊണ്ടാണ് സ്മാരശീലെന്ന് പറഞ്ഞുകൊണ്ട് പുനത്തിൽ കുഞ്ഞബ്ദുള്ള ഗ്രന്ഥരചന നടത്തിയതെന്ന് പറയുന്നത് തെറ്റില്ല. അവിടെയും നമുക്ക് കിട്ടിയിട്ടുണ്ട് അള്ളാഫിച്ച മൊല്ലാക്കയാണ്. അങ്ങനെ ഓരോ കഥാപാത്രങ്ങൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും നമ്മുടെ ജീവിതത്തിൽ, നമ്മുടെ ഹൃദയത്തിൽ, മനസ്സിൽ എല്ലാം ഇവർ വന്ന് നമ്മുടെ അനുവാദമില്ലാതെ തന്നെ താമസിക്കും. ഒരു പക്ഷേ നമ്മുടെ ജീവിതത്തിലെ ഓരോ ബീജികളും അവരുടേതായ സ്വാധീനം ചെലുത്തും. തീർച്ചയായും എൻ്റെ സുഹൃത്ത് രചിച്ച ആ പുസ്തകവും അതിലെ കഥാപാത്രങ്ങളും നമ്മുടെ ജീവിതത്തിൽ വഴികാട്ടിയാവട്ടെ, അതൊരു വലിയ വിജയമാകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ചുരുക്കുന്നു. നമസ്തേ. താങ്ക് യു സർ. പുസ്തകം പ്രസിദ്ധീകരിച്ചിരിക്കുന്നത് ഗ്രീൻ ബുക്സ് ഇന്ത്യ പ്രൈവറ്റ് ലിമിറ്റഡ്, തൃശ്ശൂരാണ്. ശ്രീമതി ഡോക്ടർ ശോഭ, എഡിറ്റർ, ഗ്രീൻ ബുക്സ് ഇന്ത്യ പ്രൈവറ്റ് ലിമിറ്റഡ്, തൃശ്ശൂർ, ആശംസകൾ അറിയിച്ചിട്ടുണ്ട്. ഇന്നത്തെ പ്രത്യേക സാഹചര്യം മൂലം അവർക്ക് വന്നെത്താൻ സാധിച്ചിട്ടില്ലാത്തതിനാൽ വീഡിയോ വഴിയാണ് ആശംസകൾ അറിയിച്ചിരിക്കുന്നത്. എല്ലാവർക്കും നമസ്കാരം. ഞാൻ ഡോക്ടർ ശോഭ, തൃശ്ശൂർ ഗ്രീൻ ബുക്സ് പബ്ലിക്കേഷൻ ഹൗസിൻ്റെ എഡിറ്ററാണ്. ഇന്ന് ഇവിടെ ഒരു മഹത്തായ കർമ്മം നടക്കുകയാണ്. ശ്രീ സുരേഷ് ചിറക്കര രചിച്ച, ഗ്രീൻ ബുക്സ് പ്രസിദ്ധീകരിച്ച രാവണായൻ എന്ന നോവലിൻ്റെ പ്രകാശനം കഴിഞ്ഞു. ഇവിടെ കൂടിയിരിക്കുന്ന ലൈവായി പങ്കെടുക്കുന്ന വിശിഷ്ട വ്യക്തികൾക്കും മറ്റെല്ലാവർക്കും എൻ്റെ നമസ്കാരം. കാലത്തിൻ്റെ ശബ്ദം കേൾപ്പിക്കുന്നതാണ് യഥാർത്ഥത്തിൽ എഴുത്തുകാർ, കലാകാരൻ. വർത്തമാനകാലത്തിൻ്റെ സങ്കടഭരിതമായ അവസ്ഥകളെ ഒരു കാലഘട്ടത്തെ പുനരവതരിപ്പിക്കുന്നതിലൂടെ തൻ്റെ ശബ്ദം ഒരു സാമൂഹിക പ്രതിബദ്ധതയ്ക്ക് വേണ്ടി സമർപ്പിച്ചിരിക്കുന്നു എന്നതിലാണ് രാവണായനത്തിൻ്റെ പ്രസക്തി. ആരായിരുന്നു രാവണൻ എന്ന് നമുക്കെല്ലാം അറിയാം. എന്നാൽ പദസ്ഥികളുടെ, പാർശ്വവൽക്കരിക്കപ്പെട്ടവരുടെ, ദളിതരുടെ ശബ്ദമാണ് രാവണൻ എന്നറിയുന്നത് ശ്രീ സുരേഷ് ചിറക്കര രചിച്ച രാവണായൻ.
രാമായണത്തിലൂടെ ഒരു സഞ്ചാരം രാവണനിലൂടെ എന്ന് ഈ കൃതിയെ നമുക്ക് ഒറ്റ വാക്കിൽ വിലയിരുത്താം. ശ്രീജിതനായ രാവണൻ ഒരു രാജ്യം എങ്ങനെയാണ് ഭരിക്കേണ്ടത് എന്ന് ഈ കൃതി ബോധ്യപ്പെടുത്തുന്നുണ്ട്. സ്ത്രീ സമത്വം എന്താണെന്ന് രാവണൻ നമ്മെ ബോധ്യപ്പെടുത്തുന്നുണ്ട്. പുസ്തകത്തിൻ്റെ ഉള്ളടക്കത്തിലേക്ക് അതിനെ സമഗ്രമായി പറയാൻ ഞാനിവിടെ ഉദ്ദേശിക്കുന്നില്ല. അതിനെ ഏറ്റവും പഠിച്ച് ശ്രേഷ്ഠരായ വ്യക്തികളുണ്ട്. പക്ഷേ ഈ എഴുത്തുകാരൻ ശ്രീ സുരേഷ് ചിറക്കര ഇത്തരം ഒരു എഴുത്തിലൂടെ നമ്മെ ബോധ്യപ്പെടുത്തുന്നത് വർത്തമാനകാലത്തിൻ്റെ സംഘർഷഭരിതമായ അവസ്ഥകളെയാണ്. കാലം ആവശ്യപ്പെടുന്ന വേദനകളെ തൻ്റെ പേനയിലേക്ക്, തൻ്റെ തൂലികയിലേക്ക് സുരക്ഷിതമായി ഒരുക്കിയിരിക്കുകയാണ് ശ്രീ സുരേഷ്. നീതിപാലകനായ അദ്ദേഹത്തിൻ്റെ കൈകളിൽ വേദനിക്കുന്നവർക്കുള്ള ഒരു പേനയാണ് സുഭദ്രമായിരിക്കുന്നത് എന്ന് ഞാൻ കരുതുന്നു. ഇത്രയും വേദനാജനകമായ ഒരു കാലഘട്ടത്തിലൂടെയാണ് നാം കടന്നു പോകുന്നതെങ്കിലും ഈ ഒരു പുസ്തകത്തിൻ്റെ പ്രകാശനം നടത്താൻ ശ്രീ അഡ്വക്കേറ്റ് സുരേഷ് തയ്യാറായതിൽ ബോക്സിനെ ചാരിതാർത്ഥ്യമുണ്ട്. അതിൽ പങ്കെടുക്കാൻ എന്നെ ക്ഷണിച്ചതിൽ നന്ദിയുണ്ട്. ഇവിടെ കൂടിയിരിക്കുന്ന എല്ലാവരെയും ഗ്രീൻ ബുക്സ് ദൈവത്തോടെ ചേർന്ന് ഒരച്ഛൻ്റെ വേദന, ഒരു രാജാവിൻ്റെ ദേശസ്പന്ദനങ്ങൾ, അധസ്ഥിതനും ജയിക്കാം, അവന് മരണമില്ല എന്ന് പ്രഘോഷിക്കുന്ന ഒരു നോവലിൻ്റെ ഉദയം മലയാള സാഹിത്യത്തിന് തീർച്ചയായിട്ടും മുതൽക്കൂട്ടാകുമെന്ന് എനിക്ക് ഉറപ്പുണ്ട്. മാത്രമല്ല ശ്രീ അഡ്വക്കേറ്റ് സുരേഷ് ചിറക്കരയുടെ 3 പുസ്തകങ്ങൾ കൂടി ഗ്രീൻ ബുക്സിലൂടെ പുറത്തു വരും എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. അദ്ദേഹത്തിൻ്റെ പുസ്തകങ്ങൾ എൻ്റെ കയ്യിൽ സുരക്ഷിതമാണ്. അതിനും ഏറെ കൃതജ്ഞതയുണ്ട് ശ്രീ സുരേഷ് ചിറക്കര സർ. അതും ഇത്തരം വേറിട്ട വഴിയിലൂടെ തന്നെയാണ് സഞ്ചരിക്കുന്നത്. ഇനിയും തികച്ചും വ്യതിരിക്തമായ വഴികളിലൂടെ തൻ്റെ തൂലിക ചലിച്ചുകൊണ്ടേയിരിക്കട്ടെ എന്ന് ഗ്രീൻ ബുക്സ് ആഗ്രഹിക്കുന്നു. ഗ്രീൻ ബുക്സിലുള്ള ഭാവുകങ്ങളും നേരുന്നു. പ്രിയപ്പെട്ട എഴുത്തുകാര, ഇനിയും അങ്ങയുടെ വഴികൾ വ്യത്യസ്തമായിരിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. ഇവിടെ കൂടിയിരിക്കുന്ന എല്ലാവരും ശിഷ്ടവൃത്തികളായ എല്ലാവർക്കും സ്നേഹം പങ്കിടുന്നു. ഒരുപാട് ഇഷ്ടപ്പെടുന്നു. നന്ദി. അടുത്തതായി പുസ്തകത്തിൻ്റെ രചനാ വഴികളെയും അനുഭവങ്ങളെയും കുറിച്ച് നമ്മളോട് പങ്കുവയ്ക്കുന്നതിനായി സുരേഷ് ചിറക്കര സാറിനെ സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. ബഹുമാനായ നമ്മുടെ ചേച്ചി പ്രസിഡന്റ് ശ്രീ ലക്ഷ്മീനാരായണൻ, അഡ്വക്കേറ്റ് സി സർ, അഡ്വക്കേറ്റ് അജിത് കുമാർ, ഡോക്ടർ ശോഭ, പ്രിയപ്പെട്ട സുഹൃത്തുക്കൾ, സത്യത്തിൽ ഇന്ന് ഈ കൊറോണയും ഈ പ്രശ്നമൊക്കെ ആയിട്ട് ഉണ്ടായിട്ട് പോലും കഴിഞ്ഞ 1 വർഷമായിട്ട് നമ്മുടെ ആദ്യമായിട്ടാണ് ഇപ്പോൾ ഈ കൊറോണയുടെ പ്രശ്നം വന്ന ശേഷം ആദ്യമായിട്ടായിരിക്കുമ്പോൾ ഈ ഒരു ഫംഗ്ഷനുകൾ നടക്കാം. ഇത്രയും പേര് വന്നു ശ്രമിച്ചു പോയത് തന്നെ എങ്ങനെ ചാരിതാർത്ഥത്തെ എങ്ങനെ നമ്മൾ കൃത്യത പറയണമെന്ന് എനിക്കറിയില്ല, വാക്കുകളില്ല. ഞാൻ ഈ പുസ്തകം എഴുതിയത് സത്യത്തിൽ കൊറോണ ഉണ്ടായിരുന്നതാണ്. കൊറോണ വന്നു, ലോക്ക്ഡൗണായി, വീട്ടിൽ കുത്തിരിപ്പായപ്പോൾ എന്ത് ചെയ്യുമെന്ന് ആലോചിച്ചപ്പോഴാണ് ബുക്ക് എഴുതാൻ തീരുമാനിച്ചത്. ഒരു 10-30 വർഷം മുമ്പ് സത്യത്തിൽ ഞാൻ കളഞ്ഞ വിഷയങ്ങളായിരുന്നു. ജീവിതത്തിൽ നഷ്ടപ്പെട്ടു പോയി എന്ന് കരുതിയ കാര്യങ്ങളാണ്.
10-30 വർഷം മുമ്പ് ഞാൻ ഒരുപാട് എഴുതാനുണ്ടായിരുന്നു. അത് പഴയപ്പുള്ള ലേഖനങ്ങളാണ്. കാരണം ഫിക്ഷൻ നമ്മളെ പറ്റി ചിന്തിച്ചിട്ട് വരിക ലേഖനങ്ങളാണ് എഴുതുന്നത്. അപ്പോൾ എഴുതുന്ന ലേഖനങ്ങൾ കുറേയൊക്കെ അന്നത്തെ ട്രിക്കിൾ മെഷീനിൽ കുറേയൊക്കെ മഷുപെട്ടിട്ടുള്ളതാണ്. പിന്നെ ജീവിതം ആരംഭിച്ചു, പ്രൊഫഷനിലേക്ക് ഇറങ്ങി, വിവാഹം കഴിച്ചു. അപ്പോഴത്തേക്ക് പിന്നെ ബാക്കിയെല്ലാം മാറ്റി വെച്ചിട്ട് ജീവിതം എന്നുള്ളത് മാത്രം മുമ്പിൽ വന്നപ്പോൾ ഈ കലയും സാഹിത്യവും തൽക്കാലം മാറ്റി വെച്ചു. കൊറോണ വന്നുകൊണ്ട് വീണ്ടും ആ കിട്ടിയ ലോക്ക്ഡൗൺ കാലത്ത് എഴുതാൻ തോന്നിയിരുന്നു. ഒരു ഫിക്ഷൻ എഴുതുക എന്ന് പറയുമ്പോൾ അത്ര നിസ്സാരമല്ല. കാരണം ലേഖനങ്ങൾ എഴുതുമ്പോൾ നമുക്ക് പലയിടത്തും മെറ്റീരിയൽസ് കളക്ട് ചെയ്ത് ലേഖനം ഉണ്ടാകും. പക്ഷേ ഫിക്ഷൻ എന്ന് പറയുമ്പോൾ അതങ്ങനല്ല. സത്യം ആദ്യം ഒരു പേടിയുണ്ട്. ഞാൻ എഴുതിയത് പ്രസിദ്ധീകരിക്കാൻ കഴിയുന്നതിന് പ്രസിദ്ധീകരിച്ച് എഴുതിയതല്ല, വെറുതെ ഒരു പരീക്ഷാർത്ഥം എഴുതി കഴിഞ്ഞിട്ട് ഞാൻ എൻ്റെ 1-2 വളരെ അടുത്ത് വായനാശീലമുള്ള 2 സ്കൂളുകളിൽ ബുക്ക് ഏൽപ്പിച്ചു. അവരുടെ നിർബന്ധം കൊണ്ടാണ് ഞാൻ ഗ്രീൻ ബുക്സ് ഏൽപ്പിച്ചത്. അപ്പോൾ ഗ്രീൻ ബുക്സിൽ ഏൽപ്പിക്കുമ്പോഴും എനിക്കൊരു ധാരണയുണ്ട്. കാരണം കേരളത്തിലെ ഏറ്റവും നമ്പർ 1 ആയിട്ടുള്ള പബ്ലിക്കേഷൻസാണ്. അവർക്ക് വ്യക്തമായ എഴുത്തോട് കൂടും ഒരു മിനിമം ഗ്യാരണ്ടി ഇല്ലാത്തൊരു ബുക്ക് വരെ പ്രസിദ്ധീകരിക്കില്ല. അതെല്ലാം അറിഞ്ഞു വെച്ചുകൊണ്ട് തന്നെയാണ് ഞാൻ ഗ്രീൻ ബുക്സിൽ പോയി ബുക്ക് കൊടുത്തത്. എനിക്കൊരു പരിചയമില്ല. ഞാൻ ജസ്റ്റ് ബുക്ക് കൊടുത്തിട്ട് വായിച്ചു നോക്ക്, പബ്ലിഷ് ചെയ്യാൻ ഒക്കുന്നതാണെങ്കിൽ നിങ്ങൾ പബ്ലിഷ് ചെയ്യുമെന്ന് ചോദിച്ചു. 3 മാസം കഴിഞ്ഞപ്പോൾ അവർ ബില്ലിങ്നെസ് അറിയിച്ചു, ഞങ്ങൾ പബ്ലിഷ് ചെയ്യാമെന്ന് പറഞ്ഞു. എന്ന് മാത്രമല്ല, ഇത് പ്രസിദ്ധീകരിച്ചപ്പോൾ അവരെന്നോട് വാർത്ത പറഞ്ഞു, ഞങ്ങൾ പ്രസിദ്ധീകരിച്ച കൂട്ടത്തിൽ ഏറ്റവും എണ്ണപ്പെട്ട പുസ്തകങ്ങളൊന്നാണ് ഇത് എന്ന് പറയിച്ചു. സത്യത്തിൽ ഞാൻ പ്രതീക്ഷിക്കാത്തൊരു എൻ്റെ ബുക്കിനെ പറ്റി ഞാൻ പ്രതീക്ഷിക്കാത്തൊരു അഭിപ്രായമാണ്. കാരണം എനിക്ക് എൻ്റെ ബുക്കിനെ പറ്റി അഭിപ്രായം പറഞ്ഞത് ശരിയല്ല. ഞാൻ സത്യത്തിൽ ബുക്ക് എഴുതിയത് രാവണനായിട്ട് തന്നെയാണ്. ഒരുപക്ഷെ എൻ്റെ ജീവിതത്തിൽ 60 വർഷം കൊണ്ട് ഞാൻ നേടിയിട്ടുള്ള അനുഭവങ്ങളും കഴിഞ്ഞ 60 വർഷം കൊണ്ട് ഞാൻ എൻ്റെ ലൈഫിൽ എക്സ്പീരിയൻസുള്ള പലതും, കാരണം അതൊക്കെയാണ് നമ്മുടെ കഥാപാത്രത്തെ കാണുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് വരുന്നത്. ഒരു പ്രശ്നം വരുമ്പോൾ, ഒരു പ്രതിസന്ധി വരുമ്പോൾ ഒരു കഥാപാത്രം എങ്ങനെ പ്രതികരിക്കുന്നു അതിനോട് എന്നുള്ളത് ഒരുപക്ഷെ നേരത്തെ പറഞ്ഞ പോലെ ഈ പറഞ്ഞ പോലെ നമ്മൾ എഴുതുന്നയാളിൻ്റെ വികാരങ്ങളും വിചാരങ്ങളും വികാര വിസ്ഫോടനങ്ങളും ഒക്കെ ഭാഗമായി വരും. അതുപോലെ തന്നെയാണ് സത്യം. ഞാനത് എൻ്റെ ഈ 60 വർഷത്തെ ഷഷ്ടിപൂർത്തി കഴിഞ്ഞുള്ളൂ, ജസ്റ്റ് ഒരാഴ്ച കഴിഞ്ഞു. അപ്പോൾ ആ 60 വർഷം കൊണ്ട് ഞാൻ നേടിയ അനുഭവം, അത് രാവണൻ്റെ കഥാപാത്രം ഓരോ സാഹചര്യങ്ങളിലും ഓരോ പ്രതിസന്ധികളിലും തരണം ചെയ്തു പോകുമ്പോൾ അദ്ദേഹത്തെ എങ്ങനെയൊക്കെ പ്രതികരിക്കാം, ആ മനുഷ്യൻ എങ്ങനെയൊക്കെ പ്രതികരിക്കാമെന്ന് ഞാൻ ഇതിലൂടെ കണ്ടു. ഒരുപക്ഷെ ഞാൻ രാവണനായി. കാരണം രാവണൻ്റെ ഭാഷയിൽ എഴുതിയിരിക്കുന്നത് ഞാനൊന്നും എൻ്റേതായിട്ട് പറഞ്ഞിട്ടില്ല. അത് എഴുതിയതൊക്കെ രാവണനായിട്ടാണ്. രാവണൻ ആരൊക്കെ ക്രിട്ടിസൈസ് ചെയ്തതും അത് രാവണൻ്റെ മാനസികാവസ്ഥ. ആ രാവണൻ്റെ മാനസികാവസ്ഥ എന്നുകൊണ്ട് ഞാൻ ബുക്ക് എഴുതി. തീർച്ചയായിട്ടും നിങ്ങൾ വായിക്കണം, പുസ്തകം എല്ലാവരും വായിക്കണം. കാരണം ഇത് ബുക്സിന് കോപ്പി തന്നെ ഇല്ല. കാരണം ഈ പിന്നെ ബുക്സിൻ്റെ കംപ്ലീറ്റ് ഡിസ്ട്രിബ്യൂഷൻ പബ്ലിക്കേഷനാണ്. 10 കോപ്പിയാണ് ബുക്ക് മാത്രമേ ഈ കോപ്പി, ബാക്കിയെല്ലാം അവർ പബ്ലിക്കേഷൻ, അവർ ഡയറക്റ്റാണ് സെയിൽ ചെയ്യുന്നത്. അതെല്ലാം ആമസോൺ വഴിയായത്. പിന്നെ ബുക്ക് ചെയ്യാനോ. അപ്പോൾ ആമസോൺ വഴി എല്ലാവരും ബുക്ക് ചെയ്യണം, എല്ലാവരും വാങ്ങണം, എല്ലാവരും വായിക്കണം. വായിച്ചിട്ട് വിമർശനം എന്താണെങ്കിലും ഉണ്ടെങ്കിൽ അറിയിക്കുകയും വേണം. ഇന്നത്തെ ദിവസം ഈ പരിപാടിയിൽ പങ്കെടുത്ത ഓരോരുത്തർക്കും, ഓരോ വ്യക്തികളും, അതുപോലെ തന്നെ എൻ്റെ ബഹുമാനായ ഹൈക്കോടതി ജഡ്ജി സോമനായ സാറും, അസോസിയേഷൻ പ്രസിഡന്റ്, അതുപോലെ ഈ കാര്യത്തിൽ ഈ ഭാഗങ്ങളെല്ലാം ക്വാളിഫൈ ചെയ്യാൻ വേണ്ടി ജസ്റ്റ് ഇതെല്ലാം റെഡിയാക്കാൻ വേണ്ടി സഹായിച്ച ജസ്റ്റ് അഡ്വക്കേറ്റ് നവദീത് അങ്ങനെ പലരും, അവരെല്ലാവരും കൂടി സെക്രട്ടറി അജിത്ത്, ഇവരെയൊക്കെ പൂർണ്ണമായ സഹകരണത്തോടെയാണ് ഈ ജസ്റ്റ് ഹരിശപ്പം അപ്പോൾ ഇവരെല്ലാവരും എന്നെക്കാൾ കൂടുതൽ അവരെ സഹായിച്ചു. ഞാൻ ചെയ്തതിനേക്കാൾ കൂടുതലേറെ സേവനങ്ങൾ ചെയ്തു. ഞാൻ ചെയ്തതിനേക്കാൾ കൂടുതൽ കാര്യങ്ങൾ ഈ ബുക്ക് നന്നായി ഇപ്പോൾ ഇത് ഒരു പ്രകാശനം നടക്കണമെന്ന് ആഗ്രഹിച്ചവരെല്ലാം ചെയ്തു. പിന്നെ നമുക്കൊരു കാര്യം അറിയാം. കാരണം കൊറോണ കാലമാണ്, വളരെ കുറച്ച് ആൾക്കാരെ വരും. ആ വരുന്നവർ പോലും തീർച്ചയായിട്ടും ഈ പ്രോഗ്രാമിൽ മാത്രം വന്നവരാണ് ഇവിടെ. അസോസിയേഷനുകൾ പലപ്പോഴും ശൂന്യമാണ്. പക്ഷേ ഈ ശൂന്യമായ അസോസിയേഷനുകളിൽ നിന്ന് ഈ കുറച്ച് പേര് വന്നെങ്കിൽ അവർ പോലും തീർച്ചയായിട്ടും ഈ ഫംഗ്ഷൻ വരാൻ വേണ്ടി മാത്രം വന്നവരാണ്. ഓരോരുത്തർക്കും ഞാൻ എൻ്റെ വ്യക്തിപരമായി നന്ദി പറയുന്നു. താങ്ക്സ് ലോട്ട്. താങ്ക് യു സർ. ചടങ്ങിൽ നന്ദി രേഖപ്പെടുത്തുന്നതിനായി അസോസിയേഷൻ വൈസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് ഹരിരാജ് സാറിനെ ക്ഷണിക്കുന്നു. ബഹുമാനിതൻ, പ്രിയമുള്ളവരെ, കൊറോണയുടെ മൂർധന്യാവസ്ഥയിൽ ശൂന്യമായി പോയ അസോസിയേഷൻ ബോർഡ് ഇങ്ങനെയൊരു നല്ല കാര്യത്തിന് വേണ്ടി വീണ്ടും നിറഞ്ഞു കാണുന്നതിൽ, ചുരുക്കമായെങ്കിലും നിറഞ്ഞു കാണുന്നതിൽ വലിയ സന്തോഷം ഞങ്ങൾക്ക് എല്ലാവർക്കും ഉണ്ട്. ഇങ്ങനെയൊരു അവസരം ഉണ്ടാക്കി തന്ന സുരേഷ് സാറിനെ തന്നെ വേണം ആദ്യം നമ്മൾ നന്ദി പറയുന്നത്. അദ്ദേഹത്തിൻ്റെ പരിശ്രമം ചെറുതായിരുന്നില്ല.
കൊറോണ കാലത്ത് എന്ത് ചെയ്യുമെന്ന് നമ്മളെല്ലാവരും ആലോചിച്ചിട്ടുണ്ട്. രാവണനെ മുൻനിർത്തി പുസ്തകം എഴുതാൻ സുരേഷ് സാറിന് മാത്രമേ തോന്നിയുള്ളൂ. അത് കൊണ്ടാണ് ഇന്ന് നമുക്കിവിടെ ഒത്തുചേരാൻ സാധിച്ചത്. സുരേഷ് സാറിനെ അസോസിയേഷൻ്റെ നിങ്ങളുടെ ഓരോരുത്തരുടെയും ഒക്കെ പേരിൽ വലിയ നന്ദി. ഇങ്ങനെയൊരു പരിപാടി നടത്തുവാനായിട്ട് സുരേഷ് സാറ് വന്ന് ഞങ്ങളുടെ അടുത്ത് സംസാരിച്ചപ്പോൾ ആരെയാണ് മുഖ്യ അതിഥിയായി വിളിക്കേണ്ടത് എന്ന് ചർച്ച ചെയ്തപ്പോൾ സുരേഷ് സാറിൻ്റെ തന്നെ സജഷനാണ് സോമരാജൻ സാറ്. കാര്യം സോമരാജൻ സാറ് നമ്മൾ എഴുതി കൊടുക്കുന്ന അപ്പീലുകൾ മാത്രമല്ല, വേറെ പല സാധനങ്ങളും വായിക്കുന്നുണ്ട് എന്ന് ഇന്ന് അദ്ദേഹത്തിൻ്റെ പ്രസംഗത്തിൽ നിന്ന് നമുക്ക് മനസ്സിലായി. വെറുതെ വായിക്കുകയല്ല, എഴുത്തുകാരൻ്റെ ആത്മാംശമാണ് സാഹിത്യത്തിൽ പ്രതിഫലിക്കുന്നത് എന്ന സത്യം മനസ്സിലാക്കി വായിക്കുന്ന നല്ല വായനക്കാരിൽ ഒരാളാണ് അദ്ദേഹം എന്നും നമുക്ക് മനസ്സിലാവുന്നുണ്ട്. അതാണ് നമ്മളുടെ അപ്പീലുകൾക്കൊക്കെ സംഭവിക്കുന്നത് എന്ന് നമുക്ക് മനസ്സിലായി. കുറച്ചൊക്കെ വക്കീലിൻ്റെ ഒക്കെ ആത്മാംശം അതിനകത്ത് സാറ് കാണുന്നുണ്ട്. അതാണ് ഇതിനകത്തെ അപകടം എന്നും നമുക്ക് മനസ്സിലാവുന്നുണ്ട്. എന്തായാലും ഇങ്ങനെ ഒരു പരിപാടിക്ക് അദ്ദേഹം വന്നു ചേർന്നതിനും അദ്ദേഹം വാസ്തവത്തിൽ പ്രൗഢവും വിജ്ഞാനപ്രദവുമായ ഒരു പ്രസംഗം കാഴ്ചവെച്ചതിലും നമുക്ക് ഓരോരുത്തരുടെയും പേരിൽ അദ്ദേഹത്തിന് നന്ദി പറയുന്നു. ഇന്ന് ഇങ്ങനെ പുസ്തകം എഴുതി എന്നുള്ളത് കൊണ്ട് മാത്രം കാര്യങ്ങൾ നടക്കുന്നില്ല. അത് പ്രസിദ്ധീകരിക്കാൻ ആളുണ്ടാവുക എന്നുള്ളത് ചെറിയ സംഗതിയല്ല. അതും ഗ്രീൻ ബുക്സ് പോലെ ഒരു സ്ഥാപനം മുമ്പോട്ട് വന്ന് അത് പ്രസിദ്ധീകരിച്ചു. നേരിട്ടെത്താൻ സാധിക്കാഞ്ഞിട്ടും അതിൻ്റെ പത്രാധിപർ ഡോക്ടർ ശോഭ നമുക്കിടയിലേക്ക് ഒരു വീഡിയോ വഴിയാണെങ്കിലും കടന്നു വന്നു. അവർക്ക് എല്ലാവരുടെയും പേരിൽ നന്ദി പറയുന്നു. ആദ്യത്തെ കോപ്പി വാങ്ങിച്ചത് സൈതാലിക്കുട്ടി സാറാണ്. സാറിനെയും ഈ അവസരത്തിൽ നന്ദിയോടുകൂടി സ്മരിക്കുന്നു. നന്ദി. ഈ പരിപാടി പൂർണ്ണമാക്കുന്നത് ഈ ബുദ്ധിമുട്ടിൻ്റെ കാലത്തും ഇവിടെ എത്തിച്ചേർന്ന നമ്മൾ ഓരോരുത്തരുമാണ്, നിങ്ങൾ ഓരോരുത്തരുമാണ്. പേരെടുത്ത് പറയുവാൻ എന്തായാലും തുനിയുന്നില്ല. വലിയ നന്ദി. എല്ലാവർക്കും നന്ദി. നമസ്കാരം.